ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം വൃത്തം വസന്തതിലകം ശ്ലോകം 1. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിധരാമഭീഷ്ട അന്യാസുനീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗതീശരണം ഗതാഭൂത്. വളരെ പ്രസിദ്ധമായ ധ്രുവചരിതം കഥയാണ് ഈ ദശകത്തില് പറയുന്നത്. ഭാഗവതം 4-ാം സ്കന്ധത്തില് 8-ാം അധ്യായം മുതൽക്ക് 5 അധ്യായങ്ങളിലായി വിസ്തരിച്ചു പറഞ്ഞിരിക്കുന്നതാണ് ഈ ധ്രുവചരിതം. മനുനന്ദനസ്യ, മനു സ്വയംഭുവ മനുവിന്റെ പുത്രനായ ഉത്താനപാദ നൃപതേ, ഉത്താനപാദൻ എന്ന രാജാവിന് സുരുചി ജായ, സുരുചി എന്ന ജായ ഭാര്യ, നിധരാം ഏറ്റവും, അഭീഷ്ട ബഭൂവ ഇഷ്ടപ്പെട്ടവളായി തീർന്നു. ഉത്താനപാദ രാജാവിന് സുരുചി എന്നും സുനീതി എന്നും 2 ഭാര്യമാരുണ്ട്. അതില് സുരുചി രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറി. സുനീതി, സുനീതി എന്ന ഇതി അന്യ എന്ന മറ്റേ ഭാര്യ, സുനീതി എന്ന് വേറൊരു ഭാര്യയുണ്ട്. ആ സുനീതി എന്ന ഭാര്യ ഭർത്തു അനാദൃത, ഭർത്താവിന് അത്യധികം പ്രിയമില്ലാത്തവളായും ഭവിച്ചു. അപ്പൊ ഇവിടെ 2 ഭാര്യമാരുണ്ടെങ്കിലും സുരുചിയോടായിരുന്നു രാജാവിന് ഏറ്റവും പ്രിയം. സുനീതിക്ക് ശരിക്കും അവിടെ ഒരു അവഗണനയായിരുന്നു കിട്ടിയിരുന്നത്. അഗതി, മറ്റ് ഗതിയൊന്നും ഇല്ലാതായ സാ അവൾ, സുനീതി, നിത്യം എന്നും, ത്വാം ഏവ അങ്ങയെ തന്നെ, ഭഗവാനെ തന്നെ, ശരണം ഗതാ അഭൂത് ശരണം പ്രാപിച്ചവളായി തീർന്നു. ഇവിടെ 2 ഭാര്യമാരുണ്ടായിരുന്നിട്ട് രാജാവിന് സുരുചിയോടായിരുന്നു ഏറ്റവും ഇഷ്ടം. സുനീതിയെ രാജാവ് അങ്ങോട്ട് അവഗണിച്ചു. അപ്പോൾ മറ്റ് ഗതിയൊന്നും ആശ്രയമൊന്നും ഇല്ലാത്തവളായ സുനീതി ഭഗവാനെ തന്നെ ആശ്രയിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.